ദൈവം എൻ്റെ കൂടെ അല്ല സിത്തു. അല്ലെങ്കിൽ ഇങ്ങനൊരു ചതി ദൈവം എന്നോട് ചെയ്യില്ലല്ലോ. അമ്മ അല്ലേ? അതെ. അമ്മയുടെ കാണാതാകലിന് പിന്നില് അവനുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും അമ്മ തിരിച്ചു വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഞാൻ സിദ്ധുവിനോടൊരു തീരുമാനം പറഞ്ഞില്ലേ, ശരത്തിന്റെ കൊലപാതകം. അതിന് നടത്തണമെങ്കിൽ അമ്മ പുറത്തു വന്നാലേ കഴിയും. അമ്മയുടെ തിരോധാനവും ശരത്തും തമ്മിൽ എന്തോ ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ അമ്മ ഇറങ്ങിപ്പോകുമ്പോൾ ശരത്ത് വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവൻ അന്വേഷിച്ചിറങ്ങിയല്ലോ. ആ സമയത്ത് അവൻ അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിലോ? പാവം അമ്മ അവനെ വിശ്വസിച്ചു. അവൻ അമ്മയെ വണ്ടിയിൽ കയറ്റി. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ശരിയാ, അങ്ങനെയും സംഭവിച്ചു കാണും. കാണുമെന്ന് ഉറപ്പിച്ചു പറയാൻ നമ്മുടെ മുൻപിൽ ഇപ്പോൾ തെളിവുകളൊന്നുമില്ല. കാണാം. എന്റെ മനസ്സ് ഞാൻ പറഞ്ഞ ആ കാണാമെന്ന സാധ്യതയുടെ കൂടിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ കൊല്ലുന്ന അവൻ മനസ്സിലാക്കി കാണൂ. അത് നടക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവൻ നമ്മെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയും സംഭവിക്കാം. നല്ല ബുദ്ധിമാനാ ശരത്ത്. വാക്കുകൾക്കിടയിലും വരികൾക്കിടയിലും അപകടം വായിച്ചെടുക്കാൻ വല്ലാത്തൊരു കഴിവുണ്ടവന്. നമ്മളിപ്പോൾ കൂടുതൽ സൂക്ഷിക്കണല്ലോ സിദ്ധു. നിത്യക്ക് സംഭവിച്ച അപകടം അതൊരിക്കലും അമ്മയ്ക്ക് സംഭവിച്ചൂടാ. അവനൊരു ഭ്രാന്തനാ. കൊലപാതകങ്ങൾ നടത്തി അറപ്പ് മാറിയവൻ. അവനിൽ നിന്ന് എന്തും നമ്മൾ പ്രതീക്ഷിക്കണം. സൂക്ഷിച്ചു വേണം അപ്പം നമ്മൾ ഓരോ ചുവടും വെക്കാൻ. അതായിരിക്കും നമുക്ക് നല്ലത്. നമ്മൾ അവനെ സംശയിക്കുന്നുണ്ടെന്ന് ഒരിക്കലും അവന് തോന്നരുത്. തോന്നിയാൽ അപകടം അമ്മയ്ക്ക്. അതെ, ഒന്നും അറിയാത്തതുപോലെ നിൽക്കണം. അമ്മയെ കണ്ടുപിടിക്കണം. മറ്റൊന്നും ഇനി ചെയ്യാനില്ല. കുറച്ചു കാലത്തേക്കാണെങ്കിൽ പോലും അവൻ രക്ഷപ്പെട്ടു. അതിലെനിക്ക് സങ്കടം. സാരമില്ല, വലിയൊരവസരം കിട്ടുമായിരിക്കും. അന്ന് ഞാൻ എൻ്റെ പ്ലാൻ നടപ്പാക്കും.